ഹേ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വേഷത്തിൽ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഇന്നൊരു മോട്ടോ വ്ളോഗിങ് ആണ്. അപ്പം സംഭവം എന്താണെന്നുള്ളത് ഞാൻ വണ്ടി ഓട്ടിച്ചുകൊണ്ട് പറഞ്ഞുതരാം. കാരണം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, സമയത്ത് നമുക്ക് അവിടെ എത്തണം. അപ്പോൾ ഒരു സ്ഥലത്ത് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊന്നൊരു സ്ഥലത്ത് വരെ പോവുകയാണ്. അതൊരു റൈഡർ മീറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പുള്ളിക്കാരിയുടെ ഒരു ഫേവറേറ്റ് ഇൻഫ്ലുവൻസറിൻ്റെ മീറ്റപ്പ് എന്നുണ്ട്. അപ്പം അതിനു വേണ്ടി പോവുകയാണ്. അപ്പം അതിന് പോകുമ്പം എനിക്കെന്തായാലും ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് മോട്ടോ വ്ളോഗ്. പണ്ടത്തെ എൻ്റെ കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഇപ്പോൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന്. അപ്പോൾ പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. അന്ന് എനിക്കൊരു പ്രോപ്പർ മൈക്കോ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് മോട്ടോ വ്ളോഗിങ്, ട്രാവലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അപ്പം ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഞാൻ ഈ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്നേ വരെ ഒരു മോട്ടോ വ്ളോഗ് ഇട്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇന്ന് എന്തായാലും ഞാൻ അവിടെ പോകുന്നുണ്ട്, നമുക്ക് പഴയ ഒരു ഓർമ്മകൾ അയവിറക്കി പോയാലോ എന്നാലോചിച്ചിട്ടാണ് ഇത് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും മൈക്ക് സെറ്റപ്പ് മാത്രമേ എനിക്കൊരു ഡൗട്ടുള്ളൂ. കാരണം മൈക്കിൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ഡൗട്ടുള്ളൂ. ഇത് പ്രോപ്പറായിട്ടുള്ള ഓഡിയോ കിട്ടുമോ, അതോ ഓവറായിട്ട് പോവുമോ, ഭയങ്കര നോയ്സ് വരുമോ, ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ഡൗട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ക്യാമറയുടെ കാര്യത്തിലും പൊസിഷൻ്റെ കാര്യത്തിലൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇതിനകത്ത് സൗണ്ട് ഒരുപാട് എക്സ്പോസ് ആയി പോകുമെന്ന് മാത്രമേ ഡൗട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പോകുന്ന വഴിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. എനിക്ക് നല്ല തലവേദനയുണ്ട്, ഞാൻ ഉറക്കമായിരുന്നു. ഇന്ന് സൺഡേ ആണ്. ശരിക്കും പറഞ്ഞാൽ പണിയെല്ലാം തീർത്തിട്ട് വീടും വൃത്തിയാക്കിയിട്ട് ഉറക്കമായിരുന്നു. ശരിക്കും കുറച്ച് നേരം ഞാൻ ഉറങ്ങി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എണീച്ചപ്പോൾ ഒരു തലവേദന. അപ്പോൾ നമുക്ക് ഒരു കോഫി കുടിച്ചിട്ട് ബാക്കി പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ, അധികം ടൈമില്ല, പെട്ടെന്ന് കോഫി കുടിക്കണം, പോകണം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. അപ്പം വെൽക്കം ബാക്ക് ഗൈസ്. അപ്പം കോഫിയൊക്കെ കുടിച്ച് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല പെട്ടെന്ന് നമുക്ക് ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. കാരണം എൻ്റെ ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും. പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്യിപ്പിച്ചാൽ പുള്ളിക്കാരിക്ക് പ്രാന്താവും. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഡെസ്റ്റിനേഷൻ എത്തുന്ന രീതിയിൽ പോകാം. പോകുന്ന വഴി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവത്തില്ല. എൻ്റെ പണ്ടത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയിൽ അവരെ കമൻറ്റ് ചെയ്യുക. കാരണം പണ്ട് ഞാൻ മോട്ടോ വ്ളോഗിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള വീഡിയോസ് ഒക്കെ വരുന്ന സമയത്ത് ആൾക്കാർ നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു. ഒരു കൊറോണ കാലത്താണ് ഞാൻ പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പാണ്, ഇപ്പോഴത്തെ കാലഘട്ടമല്ല. ഒരുമാതിരി 2020-2021 ആ ടൈമിലൊക്കെയാണെന്ന് തോന്നുന്നു. 2019 ഞാൻ ബൈക്ക് എടുക്കുന്നത്. 2019 തൊട്ട് 2022 വരെ ഫുൾ ട്രാവലിങ്ങിന്റെ കാലഘട്ടമായിരുന്നു. ബൈക്ക് എടുത്ത ആ ടൈമിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 3 മാസം കൂടുമ്പം റൈഡ് പ്ലാൻ ചെയ്യും, എങ്ങോട്ടെങ്കിലുമൊക്കെ പോവും. അങ്ങനെയായിരുന്നു. അന്ന് പ്രാന്തായിരുന്നു എനിക്ക്. ആ സമയത്ത് റൈഡിങ് ഗ്രൂപ്പും എല്ലാം ആക്റ്റീവ് ആയിരുന്നു ഞാൻ. പിന്നെ പയ്യനെ അത് കുറഞ്ഞു വന്നു. ഇപ്പൊ ബാംഗ്ലൂർ എത്തിയിട്ട് 2 കൊല്ലമായി ഏകദേശം. ഞാൻ ഒരു റൈഡ് എങ്ങാനും കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്. ഈ വർഷം എങ്ങും പോയിട്ടില്ല. ഒരു റൈഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. ഈ വർഷം ഇപ്പം ഉടനെ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഒരു റൈഡ് പ്ലാൻ ചെയ്യാം. കാരണം ഇപ്പൊ എന്റെ കയ്യിൽ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നല്ലൊരു മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ് ഒന്നും എന്റെ ഇല്ല. സാധാരണ ചെറിയ ക്യാമറ ഉണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ക്യാമറ അല്ല, സ്റ്റെബിലൈസേഷൻസ് ഒന്നും ഇല്ലാത്ത ക്യാമറ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ കയ്യിരിക്കുന്ന ക്യാമറയും സെറ്റപ്പും മൈക്കും എല്ലാം ഉണ്ട്. നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു റൈഡ് പ്ലാൻ ചെയ്തിട്ട് പോവാം. അന്ന് ഞാൻ അത്രയും ട്രാവൽ ചെയ്തതില് എനിക്കിപ്പം അന്ന് ചെയ്തത് എന്തുകൊണ്ട് നന്നായെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് ഞാനത് പിന്നീട് ചെയ്യാന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്നെങ്കിൽ, ഞാൻ അന്നത്തെ ഒരു റൈഡും പോയില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും പിന്നീട് ആ ട്രാവലിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതൊരു റിയാലിറ്റിയാണ്. നമ്മൾ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ നടക്കത്തില്ല. ഇന്നലെ ഞാൻ ജാക്കി ചാൻ്റെ ഒരു
ഒരു പോസ്റ്റ് കണ്ടു, മണി ഗോസ് ആൻഡ് കം ബാക്ക് ബട്ട് ടൈം ഡസൻ. അത് ശരിക്കും പറഞ്ഞ പുള്ളിക്കാരൻ ട്രാവൽ ചെയ്യുന്നതിന്റെ കുറിച്ചാണ് എന്ന് തോന്നി ഇട്ടേക്കുന്നത്. മണി കംസ് ആൻഡ് ഗോസ്, അല്ലെങ്കിൽ മണി ഗോസ് ആൻഡ് കംസ് ബാക്ക് ബട്ട് ടൈം ഡസൻ. സത്യമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞ പൈസ സമ്പാദിച്ച് കൂട്ടി കുറെ ആക്കിയതിന് ശേഷം ഇതെല്ലാം ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് അന്ന് ആ ഒരു ടൈമിൽ ആരോഗ്യം ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. ഞാൻ കോളേജ് ടൈമിൽ എനിക്ക് ഏർണിങ്സ് ആയിട്ടൊന്നുമില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ പൈസ ഒപ്പിച്ച് കടം വാങ്ങിച്ചിട്ടായാലും വീട്ടിൽ നിന്നൊക്കെ കുറച്ച് ചോദിച്ച് വാങ്ങിച്ചിട്ടായാലും പോക്കറ്റ് മണിയൊക്കെ സേവ് ചെയ്തിട്ടായാലും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമായിരുന്നു. കാരണം ഒരു പ്രാവശ്യം അതിൻ്റെ ഒരു അഡിക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഈ ട്രാവൽ ചെയ്യുന്നതിന്റെ സുഖം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കുറച്ച് നാളത്തേക്ക് ഒരു ലഹരി പോലെ, കറക്റ്റ് ഒരു ലഹരി പോലെ തന്നെ. അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുള്ള ഒരുപാട് റൈഡ്സ് ഉണ്ട്. ഞാൻ പെട്രോൾ പമ്പിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അന്ന് ആ സമയത്തൊക്കെ റൈഡ് ഈ മണാലി ലഡാക്ക് ഒക്കെ പോകുന്നത് ഭയങ്കര ട്രെൻഡിങ് നിൽക്കുന്ന സമയത്താണ്. ഒരുപാട് പുതിയ യൂട്യൂബേഴ്സും റൈഡിങ് ഗ്രൂപ്പുകളും എല്ലാം ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബൈക്ക് തണ്ടർബേർഡ് ആയതുകൊണ്ട് തന്നെ അന്ന് തണ്ടർബേർഡിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ ഫോട്ടോസ് ആയിരുന്നു ആ ഗ്രൂപ്പ് നിറച്ചിങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ അത്യാവശ്യം ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഫുൾ ടൈം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ നമ്മുടെ ബൈക്കിൻ്റെയും അല്ലാത്ത ലാൻഡ്സ്കേപ്പ് വെച്ച് ബൈക്ക് വെച്ച് പ്ലേസ് ചെയ്ത ഫോട്ടോസൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് ആ ഗ്രൂപ്പിലൊക്കെ ഇപ്പം ഞാൻ അത്ര ആക്റ്റീവ് അല്ല, പക്ഷെ ഇപ്പോഴും എൻ്റെ ഫോട്ടോസൊക്കെ ഗ്രൂപ്പിലുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം 2-3 ഗ്രൂപ്പുകളിൽ എൻ്റെ ഫോട്ടോസ് വന്നിട്ടുണ്ട്, എൻ്റെ ബേബിയുടെ ഫോട്ടോസ് വന്നിട്ടുണ്ട് ആ സമയത്ത്. അന്നൊക്കെ ഒരു ക്രേസ് ആയിരുന്നു, ഒരു റൈഡർ ആവുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അന്നൊരു സ്വപ്നമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഒരുപാട് കോണ്ടാക്ട്സ് കിട്ടി. ഒരുപാട് കോണ്ടാക്ട്സ് ഇപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിനകത്ത് ഇപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് റൈഡേഴ്സിന്റെ കോണ്ടാക്ട്സ് ഉണ്ട്. പിന്നെ ഞാൻ റൈഡിങ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഇതിനകത്തൊരു ഭ്രാന്ത് വന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ പടമാണ് അതിനുള്ള കാരണം. ഒരൊറ്റ പടം. അത് ഏത് പടമാണെന്ന് റൈഡിങ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക്, അതും മലയാളികളായിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പടം ഇറങ്ങി, ദുൽഖറിന്റെ ഒരു പടം. ദുൽഖറും സണ്ണി വെയിനും തമ്മിലുള്ള ഒരു പടം, ബുള്ളറ്റിനകത്ത് റൈഡ് പോകുന്നൊരു പടം. ആ പടമാണ് മക്കളെ ശരിക്കും പറഞ്ഞാൽ ആ ടൈം തൊട്ട് ഇപ്പൊ വരെ ഒരുപക്ഷെ ഈ റൈഡേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെ ഇത്രയും വലുതാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാധനം. യങ്സ്റ്റേഴ്സിന്റെ ആ ഒരു ടൈമിൽ യങ്സ്റ്റേഴ്സിന് ആ പടം കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ഒന്ന് യാത്ര പോകാൻ തോന്നും. ഏത് പടാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കാം. ഞാൻ പടത്തിന്റെ പേര് പറയുന്നില്ല. ഇപ്പോഴത്തെ ജനറേഷൻ ആ പടം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ പ്രായം, അതൊരു 90s, ഞാൻ പറയാം, എന്റെ പ്രായക്കാർ, എന്നെക്കാൾ കുറച്ചുകൂടി പ്രായം കുറവുള്ളവരൊക്കെ ഈ പടം എന്തായാലും കണ്ടിട്ടുണ്ടാവും. കാരണം റൈഡിങ് കമ്മ്യൂണിറ്റീനെ ഒരു ഭയങ്കര ഹൈപ്പിലേക്ക് കൊണ്ടുവരു പടമായിരുന്നത്. പടം ഇറങ്ങിയ വർഷം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ഈ കോംബോ കേൾക്കുമ്പോൾ മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. സണ്ണി വെയിനും ദുൽഖർ സൽമാനും 2 ബുള്ളറ്റ്, ഇതാണ് പടം. ആ പടം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഫുൾ റൈഡിങ്ങിന്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ അത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ പടം കണ്ടതിന് ശേഷമാണ് ഈ യാത്ര ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. പിന്നെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യം വന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ബൈക്ക് എടുത്തു. അവൻ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയത്തില്ല. അന്നത്തെ നീ ആയിട്ടുള്ളതാണ് എൻ്റെ ശരിക്കും പറഞ്ഞ ആദ്യത്തെ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അവന്റെ ബൈക്ക് കോട്ടയത്ത് നിന്ന് ഞങ്ങൾ പഠിച്ച ഗുൽബർഗയിലോട്ട്, അതായത് ഏകദേശം കോട്ടയത്ത് നിന്ന് ഗുൽബർഗയിലോട്ട് 1000-1200 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. അത് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുന്നു. ട്രെയിനിൽ കൊണ്ടുവരാൻ ഭയങ്കര റിസ്ക് ആണ്, കാരണം പുതിയ വണ്ടിയായിരുന്നു. അങ്ങനെ അത് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുന്നു. അതെടുക്കാൻ വേണ്ടി ഞങ്ങൾ 2 പേരും ട്രെയിനിൽ യാത്ര ചെയ്ത് നാട്ടിലെത്തുന്നു. ആ ട്രെയിൻ യാത്രയൊക്കെ കോമഡിയാണ്. ടിക്കറ്റ് പോലും ഇല്ലാതെ ട്രെയിനിൽ ഏകദേശം ഒരു ദിവസം 30 മണിക്കൂറാണ് ഞങ്ങൾക്ക് ഗുൽബർഗയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ട്രെയിനിന്റെ യാത്രാ ടൈം എന്ന് പറയുന്നത്. 30 മണിക്കൂർ. ശരിക്കും 30 മണിക്കൂർ. ഒരു ദിവസവും കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകളും കൂടി കഴിഞ്ഞാല് നമുക്ക് ട്രെയിനിൽ കേരളം എത്തത്തുള്ളൂ. അത്രയ്ക്കും ദൂരത്താണ് ഞങ്ങൾ പഠിച്ചിട്ടിരുന്നത്. ഏകദേശം കർണാടകയുടെ അങ്ങേറ്റ മൂലയ്ക്ക്, ഒരു മഹാരാഷ്ട്ര കർണാടക ബോർഡറിലാണ് ഞാൻ പഠിച്ചത്. മൊത്തം ഗുൽബർഗ എന്നാണ് പേര്.
നമ്മുടെ കൊറോണയൊക്കെ ഫസ്റ്റ് ഔട്ട് ബ്രേക്ക് വന്നപ്പം ഫസ്റ്റ് മരണമൊക്കെ ഉണ്ടായത് നമ്മുടെ ഗുൽബർഗയിലാണ്. അപ്പൊ ഞാൻ പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഈ അനുത്തിന്റെ ബൈക്ക്, അവൻ കോട്ടയംകാരനാണ്, അനുത്തിന്റെ ബൈക്ക് എടുക്കാൻ വേണ്ടി പോയ ഒരു യാത്രയുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ആ ബൈക്ക് എടുത്തോണ്ട് ബാംഗ്ലൂർ വഴി ഗുൽബർഗയ്ക്ക് പോയ ഒരു റൈഡ്. അന്ന് റൈഡിങ് ഗിയേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്റെ കയ്യിലൊരു ഹെൽമെറ്റ് ഉണ്ട്, അവന്റെ കയ്യിലൊരു ഹെൽമെറ്റ് ഉണ്ട്, അവന്റെ ജാക്കറ്റ് അന്നും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ ആ യാത്രയാണ് എൻ്റെ ലൈഫ് ശരിക്കും പറഞ്ഞ ആ ഒരു റൈഡിങ്ങിന്റെ ഫീൽ എന്തൊന്ന് മനസ്സിലാക്കി തന്നത്. എനിക്ക് പണ്ട് തൊട്ട് ബൈക്കിൽ പോകുന്ന യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാട്ടിലായിരുന്ന സമയത്തും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുപാട് റൈഡൊക്കെ പോകാണ്ട്. വർക്കലയൊക്കെ സ്ഥിരം ബൈക്ക് റൈഡ് പോകുന്ന സ്ഥലമായിരുന്നു. പക്ഷെ ഒരുപാട് ലോങ് പോയിട്ടില്ല. എന്നുവെച്ചാൽ കിലോമീറ്റേഴ്സ് ഇത്രയും മണിക്കൂർ 30, 25, 26 മണിക്കൂർ എടുക്കും നമ്മൾ ബൈ റോഡ് പോകാന്നുണ്ടെങ്കിൽ. അപ്പം അത്രയും മണിക്കൂർ ഇതുവരെ ഞാൻ അങ്ങനെ ബൈക്ക് ഓടിച്ച് പോയിട്ടില്ല. അപ്പൊ രണ്ടുപേരും കൂടി ആ ബൈക്കിനകത്ത്, ഒരു എഫ് സി ബൈക്കായിരുന്നു, ആ ബൈക്കിനകത്ത് ഇപ്പോഴും എന്റെ ഫോട്ടോസ് എനിക്ക് തോന്നുന്നു എന്റെ അക്കൗണ്ടിൽ കിടക്കൊണ്ടെന്ന് തോന്നുന്നു. എന്റെ സ്റ്റോറിക്കകത്തോ ഹൈലൈറ്റ്സിനകത്തോ എവിടെയെങ്കിലും ഒക്കെ കാണും. ഇപ്പോഴും എന്റെ ഫോട്ടോസ് കിടപ്പുണ്ട്, ഞങ്ങൾ പോയപ്പം എടുത്ത ഫോട്ടോസ്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ്. ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ എന്റെ മെമ്മറീസാണ്. അപ്പൊ എനിക്ക് ആ മെമ്മറീസ് കാണുമ്പം ആ പോയ കാലം തിരിച്ച് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും. അങ്ങനെ ആ റൈഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തീരുമാനിച്ചു, ഓക്കെ, ഇതിന് ഒരു പ്രത്യേക സുഖമുണ്ട്, അത് ഇനിയും ചെയ്യണം. കഥ പറഞ്ഞ് നമ്മൾ ഹെബ്ബാൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ഹെബ്ബാളുടെ അവസ്ഥ. എപ്പോൾ വന്നാലും ഭാഗ്യമുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് ട്രാഫിക് കിട്ടത്തില്ല. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കിടക്കാം. ചില ദിവസങ്ങളിൽ അങ്ങ് ബാക്കിൽ മൂലയ്ക്ക് വരെ ട്രാഫിക് ഉണ്ടാവും. ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പം അന്ന് ആ പോയ യാത്രയാണ് എൻ്റെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഒരു ഭ്രാന്ത് എന്നുള്ള രീതിയിലോട്ടാക്കി തന്നത്, റൈഡിങ്ങിനെ കുറിച്ചുള്ള. പിന്നീട് അങ്ങോട്ട് ഞാൻ കാണുന്ന സിനിമകളായാലും വീഡിയോസ് ആയാലും യൂട്യൂബിലൊക്കെ അന്ന് റൈഡർ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. ഞാൻ പറയാം, കൊച്ചി മച്ചാൻ, സ്ട്രെല്ല്, മല്ലു ട്രാവലർ, ഇവരൊക്കെ ആ കൊറോണ ടൈമിലാണല്ലോ നല്ല രീതിയിൽ കയറി വരുന്നത്. അപ്പം അതിന് മുമ്പെയാണ് ഞാൻ ഈ റൈഡിങ് തുടങ്ങുന്നത്. കൊറോണ അപ്പോൾ ആ സമയത്ത് ആയിട്ടില്ല. അന്ന് നമുക്ക് റിവ്യൂയിങ് ആയിട്ട് നമ്മൾ എല്ലാവരും നോക്കുന്ന ഒരു കാര്യം സ്ട്രെല്ലിൻ്റെ ചാനൽ, പിന്നെ കൊച്ചി മച്ചാൻ, അരുൺ സ്മോക്കി, ഇവരൊക്കെ ആയിരുന്നു അന്ന് കമ്മ്യൂണിറ്റിയിൽ നല്ല രീതിയിൽ സ്പ്രെഡായിട്ട് നിൽക്കുന്ന ആൾക്കാർ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു അടുത്ത യാത്ര എന്ന് പറയുന്നത് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് വീണ്ടും അടുത്ത് തന്നെ അതിനൊരു അവസരം കൊണ്ടുവന്നു. അടുത്ത് നീ ഈ വീഡിയോ കാണുമ്പോൾ നിനക്കൊരു നൊസ്റ്റാൾജി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഉറപ്പായിട്ട് ഞാൻ നിനക്ക് ഈ വീഡിയോ അയച്ചിരുത്തി കാണാൻ, ഉറപ്പായിട്ട് നിനക്ക് ഞാൻ വീഡിയോയുടെ ലിങ്ക് അയച്ചിരുത്തി ഇത് കാണണം കേട്ടോ. അടുത്ത യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അൺഎക്സ്പെക്റ്റഡ് തിങ് ആയിരുന്നു. അവനും ബൈക്ക് വാങ്ങിച്ചതിൻ്റെ ആ രീതിയിൽ എവിടെയെങ്കിലും റൈഡ് പോകണം, യാത്ര പോകണം എന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയം ഒരു റൈഡർ മൈൻഡ് സെറ്റിലോട്ട് വന്ന ഒരാളാണ്. എൻ്റെ ഫസ്റ്റ് റൈഡിങ് പാർട്ട്ണർ അവനാണ്. അവനുമായിട്ടാണ് ഞാൻ ഒരു റൈഡ് കംപ്ലീറ്റ്ലി ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെയൊക്കെ പോയിട്ടുള്ളത്. അത് അവൻ്റെ ബൈക്കിനകത്തായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് ബൈക്കില്ല. അപ്പോൾ 2018 തോന്നുന്നു, 2018 തോന്നുന്നു, എനിക്ക് വർഷം ഓർമ്മയില്ല. 2018 ആയിരിക്കണം, കാരണം അന്ന് എനിക്ക് ബൈക്കില്ല. അതുകൊണ്ട് 2019 മുമ്പായിരിക്കും. 2018 2017 ഓക്കെ, 2018 തോന്നുന്നു. അപ്പം അവൻ ഒരു ദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു രാത്രി, എടാ നമുക്കിങ്ങനെ റൈഡ് പോയാലോ, ഒരു സ്ഥലമുണ്ട് എവിടാന്നൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് മഹാബലേശ്വരം പോവാം, മഹാബലേശ്വരത്ത് നല്ല ക്ലൈമറ്റ് ഒക്കെയാണ്, നല്ല ഹെയർ പെയിനൊക്കെ കിട്ടും, നല്ല രസമായിരിക്കും, പോയിട്ട് വരാമെന്നും പറഞ്ഞ് എന്നെ വിളിച്ച്. അന്ന് നമ്മുടെ കയ്യിൽ അങ്ങനെ പ്ലാനിങ് ചെയ്യാനുള്ള ഒരു ടൈമൊന്നും ഇല്ല. അങ്ങനെ എത്ര രൂപ ബഡ്ജറ്റ് ആവുന്നൊക്കെ പറഞ്ഞ് കുറച്ച് രണ്ടുപേരും കൂടി ചെറിയ ബഡ്ജറ്റൊക്കെ ഇട്ട് മഹാബലേശ്വരം പ്ലാൻ ഓണാക്കി. വേറെ ആരടുത്തും പറഞ്ഞൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം പ്ലാൻ ചെയ്തു. കാരണം ഒരുപാട് പേർക്ക് പറഞ്ഞ് വേറെ ആർക്കും വരാനൊന്നും പറ്റത്തില്ല, വരാനിങ്ങനെ താല്പര്യമുള്ളവരുമല്ല. അപ്പം അങ്ങനെ മഹാബലേശ്വരം ട്രിപ്പ് ഓണായി.
ഞങ്ങൾ വീണ്ടും ബാഗ് പാക്ക് ചെയ്ത് ഇപ്രാവശ്യം പ്രോപ്പർലി ഒരു പ്ലാനിങ്ങിലൊക്കെയാണ് പോകുന്നത്. കാരണം പുതിയ സ്ഥലമാണ്, ഞങ്ങൾക്ക് അറിയത്തില്ല. മഹാബലേശ്വരം, ലോണാവാല ആ ഏരിയ ആണ്. നമുക്ക് അവിടുന്ന് അടുത്താണ് കേട്ടോ. നമുക്ക് ഏകദേശം 6-7-8 മണിക്കൂർ എങ്ങാണ്ടേ ഉള്ളായിരുന്നു മഹാബലേശ്വരം അടുത്തോട്ട് പോവാൻ. ഗുൽബർഗ എല്ലാത്തിൻ്റെയും നടുക്ക് നിൽക്കുക. ഗോവ, ഹൈദരാബാദ്, ഈ ആന്ധ്ര, കർണാടക, തെലുങ്കാന, മഹാരാഷ്ട്ര, ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ഒത്ത നടുക്കായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഗുൽബർഗ. അതുകൊണ്ട് നമുക്ക് മിക്കുള്ള സ്ഥലങ്ങളിലോട്ട് പോകാൻ എളുപ്പമാണ്. അങ്ങനെ അവൻ പ്ലാൻ ചെയ്ത് മഹാബലേശ്വരം ട്രിപ്പാണ്. ഞാൻ അവനും കൂടി ഭാഷ അന്നൊന്നും ഇത്രയും വലിയ ഭാഷ ഒന്നും അറിയത്തില്ല. അവന് ഹിന്ദി അറിയാം, എനിക്ക് ഹിന്ദി കുറച്ച് കേട്ടാലും പറയുന്നത് മനസ്സിലാവും, അത്രേ ഉള്ളൂ. അന്ന് എത്ര വയസ്സുണ്ട്? ഒരു 19 വയസ്സ്, 20 വയസ്സ്. മഹാബലേശ്വരം പോയി. ദാറ്റ് വാസ് ഫാന്റാസ്റ്റിക് റൈഡ്, ഒന്നും പറയാനില്ല. അടിപൊളി റൈഡായിരുന്നു, അടിപൊളി റൈഡ്. ഞങ്ങൾ ഒരു ഹെയർ പിൻ വളവ് ഇങ്ങനെ വളയുന്നു, തൊട്ടിപ്പുറത്ത് ആ വളവ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളൊരു കൊക്കയുടെ ഒരു 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 വലിയ മലയുടെ മണ്ടയ്ക്ക് നിൽക്കുക. ഞങ്ങൾ റോഡ് ഇങ്ങനെ പോയ പിന്നെ അങ്ങോട്ട് മൊത്തവും മല, കോട ഇറങ്ങി കിടക്കുന്നു, മല, സ്ട്രോബെറിയുടെ ഈ കൃഷിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് മഹാബലേശ്വരം. അപ്പോൾ ഈ ഹിൽ സ്റ്റേഷൻ ഏരിയ ആണ്. അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് പോയ ഡെസ്റ്റിനേഷൻ ശരിക്കും പറഞ്ഞാൽ മതി പറഞ്ഞ് 2 ദിവസം ഒരു ദിവസം ഞങ്ങൾ സ്റ്റേ അടിച്ച് അടുത്ത ദിവസം തിരിച്ചു വന്ന്. ഞങ്ങൾക്ക് മതിയായില്ല ശരിക്കും പറഞ്ഞാൽ ആ റൈഡ്, 2 പേർക്കും മതിയായില്ല. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് എനിക്കും അങ്ങോട്ട് തിരിച്ച് ഗുൽബർഗയ്ക്ക് പോകാൻ തോന്നുന്നില്ല, ഇവനും തോന്നുന്നില്ല. ഇവൻ എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, എടാ നിനക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നു? ഞാൻ പറഞ്ഞു പോകാൻ തോന്നുന്നില്ല. ഓക്കെ, നമുക്കിന്ന് ലോണാവാലയും കൂടെ പോയാലോ. അപ്പൊ മഹാബലേശ്വരം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പോകണം. പൂനെയുടെ അടുത്താണ് ലോണാവാല വരുന്നത്. അപ്പം ഞാനിങ്ങനെ ഒന്നും ആലോചിച്ചു, ഞാനിങ്ങനെ പറഞ്ഞു പോവാം വാ എന്തെന്ന് പറഞ്ഞ് ഞങ്ങള് നേരെ ഇങ്ങോട്ട് തിരിച്ച് ഗുൽബർഗയ്ക്ക് വരേണ്ട. ഞങ്ങള് അടുത്ത ദിവസം വീണ്ടും ലോണാവാലയ്ക്ക് വെച്ച് പിടിച്ച്. ലോണാവാല രാവിലെ വെച്ച് പിടിച്ച് ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് അവിടെ പോയി. അവിടുന്ന് കുറച്ച് കേവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലോണാവാല റൈഡിന് വേണ്ടിയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞ പോലെ, ഡെസ്റ്റിനേഷന് വേണ്ടിയല്ല. ആ പോകുന്ന ഓട്ടിപ്പ് നമുക്ക് റൈഡ് ചെയ്ത് ബൈക്ക് ആ ഒരു റോഡുകളിലൂടെ ഓട്ടിച്ച് പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതിനു വേണ്ടി മാത്രമാണല്ലോ, ആ ഡെസ്റ്റിനേഷന് വേണ്ടിയല്ല. ലോണാവാല പോയി, ലോണാവാലയിൽ 2-3 ഡെസ്റ്റിനേഷനിലൊക്കെ ഞങ്ങൾ പോയി. അത് കഴിഞ്ഞ് തിരിച്ച് ഗുൽബർഗ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഈ പറയാനുള്ള കഥകൾ ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു. അതാണ് ആ ഒരു റൈഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് കാണിപ്പോൾ അവന്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോഴും കാണുന്ന സമയത്തും അവൻ റൈഡിങ്ങിന്റെ കാര്യം പറയുമ്പം ഞങ്ങൾക്ക് 2 പേർക്കും പറയാനുള്ള തുടക്കം എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അത് ഈ മഹാബലേശ്വരം റൈഡാണ്. അപ്പൊ ഇപ്പൊ എന്തായാലും ഞാൻ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ അവിടെ ചെന്നിട്ട് മീറ്റിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, 75 एग्जैक्टली वही लग रही है, एलियन लग रहा है। प्रेडेटर आराम से चलना धीरे। डू यू नो विच बाइक दिस इज? इट्स अ BMW. मैं वीडियो बना रहा हूँ। बैटरी फुल, नो मेमोरी, स्पेस फुल हो गया। At this time. Yeah, anytime. एयरपोर्ट रोड। Okay, before she would get ready for the ride, I think these boys are going to get ready for the ride. एक्साइटेड हो जाते क्या? बहुत ज़्यादा। अभी तो ये Red Bull also gives you more than 1 cap. That was your bad luck. You should have. सर्दी खुश हो गया, खुश after meeting your favorite influencer. They have parked it in the same way. Okay, bye. अच्छा अच्छा, आराम से चलना, आराम से. So, like you said earlier during the conversation, so a motorcycle. ഗൈസ്, സമയം ഇപ്പോൾ 9:30. പരിപാടിയൊക്കെ തീരുന്ന ഇപ്പോഴാണ് ഗൈസ്. അങ്ങനെ
ഞാൻ എന്താ ഇറങ്ങുവാണ് ഗൈസ്. സോ നൈറ്റ് ആയി, 9:30 ആയി ഇത് തീർന്നപ്പോഴത്തേക്ക്. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. ആഫ്റ്റർ ലോങ് ടൈം, കുറെ നാളുകൾക്ക് ശേഷം എനിക്കൊരു ലൈക്ക് ആ റൈഡർ ഫീൽ, വാസ് ഗെറ്റിംഗ് ദ റൈഡർ ഫീൽ. രാത്രി നല്ല ബ്യൂട്ടിഫുൾ ആണ്, നല്ല രസമാണ് വണ്ടി ഓടിക്കാൻ രാത്രി. അപ്പോൾ ഗൈസ്, നമ്മുടെ വ്ലോഗ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. ഇത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്നിട്ട് വേണം, അവിടെ ഒരാൾ എന്നെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്, ആൾക്ക് ഫുഡ് കൊടുക്കണം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്നെ അറിയിക്കാം. താഴെ കമൻറ്റ് ചെയ്യുക പ്ലീസ്. കമൻറ്റ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അടുത്ത പാർട്ട് ഇറക്കണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്നെ എഴുതി അറിയിക്കുക. ഓക്കെ, സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. See you on the next video. Until then, bye bye.